ചെറുകുന്നില് 1980 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘവും ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും ശ്രദ്ധേയമായത് കുറച്ച് അമ്മമാരുടെ നൃത്തമായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞവരാണ് സ്റ്റേജില് ഒപ്പന അവതരിപ്പിച്ചത്. ഏറെ മനോഹരമായിരുന്നു. എന്തായാലും നമുക്ക് അവരെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്? രമാദേവി. ഓക്കെ. ജയശ്രീ, രമ, തങ്കമണി, സുധ, ലത, ശോഭന. അപ്പൊ ആരാണ് നിങ്ങൾ ഈ ഒപ്പന പഠിപ്പിച്ചതൊക്കെ? ആരാ പഠിപ്പിച്ചത്? റീന ടീച്ചർ. എത്ര ദിവസം എടുത്തു ഇത് പഠിക്കാനായിട്ട്? ഞാൻ 2 ദിവസം വന്നിട്ട് ഇവര് 2 ആഴ്ച. വേഗമൊക്കെ പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? മുന്നേ ഡാൻസ് കളിച്ചവരാണോ? ഇല്ല. അപ്പൊ ആദ്യമായിട്ട് ഡാൻസ് കളിച്ചപ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അനുഭവമാണ്. എന്താ പറയാനുള്ളത്? ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞവരാണല്ലോ എല്ലാരും. അപ്പൊ സ്റ്റേജിൽ കയറുന്നവർ ഇതിൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഒപ്പന അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെ തോന്നുന്നു? നല്ലൊരു ഇനി അടുത്ത പ്രാവശ്യം ഇനി കളിക്കാന്ന് തോന്നുന്നുണ്ട്. അതന്നെ. വേറെ ഏതൊക്കെ ഒപ്പനന്റെ പാട്ട്? പാട്ട്. പഞ്ചത്തി പെണ്ണിന്റെ കല്യാണം കൈകൊട്ടിപ്പാടണി നല്ലോണം പഞ്ചാര പുഞ്ചിരി തൂകട്ടെ പഞ്ചവർണ്ണ കിളിയൊന്നു പാടട്ടെ പഞ്ചത്തി പെണ്ണിന്റെ കല്യാണം കൈകൊട്ടിപ്പാടണി നല്ലോണം പഞ്ചാര പുഞ്ചിരി തൂകട്ടെ പാട്ട് പാടാൻ കയറും. പാട്ട് കഥാപ്രസംഗം മറ്റങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം പറയലുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ട്, എന്റെ പാട്ടുണ്ട്, സംഘഗാനമുണ്ട്, സിംഗിൾ സോങ് ഉണ്ട്. പിന്നെ കളിക്കാൻ കഴിയാത്തോണ്ടാണ് പുതുനാരിയായിട്ട്. ഇപ്പൊ നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ 2-3 ദിവസമേ വന്നിട്ടുള്ളൂ. പെണ്ണിന് അത്ര വന്നാ മതിയല്ലോ. അപ്പൊ ഞാൻ 2-3 ദിവസമേ വന്നിട്ടുള്ളൂ. ഇവര് നന്നായി കളിക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് റിട്ടയർമെന്റ് ആയവരെ കാത്തേക്കുന്നത്. ഇതെന്താ ഒരാൾ സംഗമം വെക്കാതെ നമ്മളെ അറുതലോ കേൾക്കുകയും കാണാനും ചെയ്യുന്നുണ്ട്. അങ്ങനെയാന്ന് പെട്ടെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞ സംഗമമുണ്ട്. എന്റെ നമ്പറിൽ ഇവർ തപ്പിപ്പിടിച്ചെടുത്ത് അങ്ങനെ നല്ല സന്തോഷമായി കഴിഞ്ഞാലോ. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ വീൽ ചെയറിലായിരുന്നു. പിന്നെ അതുകൊണ്ട് കളിയൊന്നുമില്ല. ഒരു പാട്ട് പാടീന് താഴെ വീൽ ചെയറിലിരുന്നിട്ട് വരുന്നില്ല. ഇപ്പാണ് അതിന്റെ എലുകേട് മാറിയൊന്നുമില്ല. അതുകൊണ്ട് സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. എന്റെ ഈ കളി കാണാനും മാമിനെ കാണാനും എന്റെ മോള് എന്റെ മരുമോളെല്ലാം അങ്ങനെ ഉണ്ടെല്ലാം കാത്തിക്കുന്ന് ഒന്ന് വീഡിയോ അയച്ചു തരുന്നേ പെട്ടെന്ന് നട്ട് ലിഗമെന്റ് എല്ലാം പൊട്ടി ആ വയ്യാത്ത കാലിൽ തന്നെ. പിന്നെ വീൽ ചെയറിൽ അച്ഛനും മോളും കൂടി കൂട്ടി വന്ന് എന്നിട്ട് വീൽ ചെയറിൽ ഇരുന്നിട്ട് തന്നെ പാട്ടുപാടി അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ ഇടയ്ക്കിടെ മിനി സംഗമം വെക്കലുണ്ട്. എല്ലാരും ഉണ്ടാവില്ല, നമ്മള് ലേഡീസ്. അന്നേരം പോകും, ഇതുപോലെ വാക്കർ പിടിച്ചിട്ടും വീൽ ചെയറിലും അങ്ങനെല്ലാം പോകും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്റെ കൂട്ടുകാരെ കിട്ടിയതുകൊണ്ട്. വീണിട്ട് വേദന ഞാൻ ശരിക്കും പറഞ്ഞ് അറിഞ്ഞിട്ടില്ല. ഇവരെന്നും വിളിക്കും, വോയിസ് ഇടും, പ്രാർത്ഥിക്കുന്നു, എല്ലാം ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് മാറിയ പോലെ എല്ലാം തോന്നുന്നുണ്ട്. ഇനിയും ഒരുപാട് വേദിയിൽ ഇത്തരത്തിലുള്ള നൃത്തം അവതരിപ്പിക്കണമെന്നാണ് ഈ അമ്മമാരുടെ ആഗ്രഹം. അതെന്തായാലും സാധിക്കട്ടെ. നികേഷ് താപത്തിനോടൊപ്പം ഷാരി മഹാരാജൻ, കണ്ണൂർ വിഷൻ.